ബിരുദാകാരമെന്ന് പറയും ആൾക്കാർ. അതെന്താ 4 മാപ്പാണ് ഇരിക്കുന്നത് ടോട്ടൽ. നമ്മുടെ ടാക്കോ ഇന്നും പൊട്ടുമെന്ന് തോന്നുന്നു കേട്ടോ. അതേപോലെ ഇപ്പോൾ വണ്ടി പോയിക്കൊണ്ടിരിക്കും. കിട്ടിയില്ല, നമുക്ക് ആപ്പാടെ പണി കിട്ടി. ദൈവം വഴി ഒരുക്കി തരും കേട്ടാ. 3 മിനിറ്റ് നല്ല വയനിട്ട് തരും. ചാടിക്കിടക്കണം കേട്ടോ. ഇങ്ങനെ ഞാൻ കിടക്കും. ഹായ്, എല്ലാവരും സുഖമല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ഇറ്റലി ഉണ്ട്. ഇറ്റലിയിൽ വണ്ടി കൊണ്ട് സൈഡാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 2 പാർട്ടായിട്ടായിരിക്കും വരുന്നത്. അതിൻ്റെ ഒരു വീഡിയോ വരും, അതിൻ്റെ പുറകെ ഇത് വരും കേട്ടോ. വണ്ടി അവിടെ വഴിക്കായി കിടപ്പുണ്ട് കേട്ടോ. ഇത് വഴിക്കായി കിടക്കുന്നതാണ്. പാതാളത്തിലേക്കായി പോയിക്കൊണ്ടിരിക്കുന്നത്. അടിപൊളി സ്ഥലമല്ല ഇറ്റലി. ബ്യൂട്ടി. ഇവര് ടണലാണ് ഇവരുടെ മെയിൻ പരിപാടി കേട്ടോ. ടണലിൻ്റെ അകത്തുള്ള കളിയാണ്. അടിപൊളി വീടല്ല, വീടല്ല കേട്ടോ, അത് കടയുണ്ട്, വീടുണ്ട്. ടോള് വരുന്നുണ്ട്. മല കണ്ടോ, എന്താ അടിപൊളി മലകളാണെന്നുണ്ട് ഈ സൈഡൊക്കെ കാണുന്നത്. എന്താ അടിപൊളി. ഇവരുടെ മെയിൻ പരിപാടി ടണലാണ് കേട്ടോ. ടണലിൻ്റെ കളിയാണ്. ചെറിയ ടണലൊന്നുമല്ല, അടിച്ചു ഒരുമാതിരി ടണലാണ്. ചെറിയ ടണലുകൾ കേട്ടോ, അതാ രസം. അപ്പോൾ ഇതടക്കം, ഈ ടണലടക്കം ചെറുതാണ്. അടിപൊളി വ്യൂ ആണ്. ചുറ്റും മലകളാണ് കേട്ടോ. അടിപൊളിയാണ്, അടിപൊളി. നല്ല വ്യൂ ആണ്. അവിടെ കണ്ട ഒരു മലയ്ക്ക് നല്ല കിടിലൻ മല. താഴെ എല്ലാം വീടുകളാണ് കേട്ടോ. ഇതാണ് നമ്മളെ ഇറ്റലിൻ്റെ എസ്വായസ്. മൂന്നാളാണ് ക്യാമറ പറഞ്ഞു തരാനുള്ളത് കേട്ടോ. പൈസ കൊടുത്ത് മേടിച്ച് വെച്ചിരിക്കുന്നത്. ഇവിടെ 60 സ്പീഡാണുള്ളതാണ്. നമുക്ക് ഇവിടെ അടുത്തൊരു പാർക്കിംഗ് ഉണ്ട്. ആ പാർക്കിങ്ങിലേക്കാണ് പോകുന്നത് കേട്ടോ. നമുക്ക് ഓടാൻ സമയമില്ല. ഇനി 19 മിനിറ്റേ ഉള്ളൂ. 3.4 പാർക്കിംഗ് ഉണ്ട്. അതിലേക്കാണ് ചവിട്ടി പിടിക്കാൻ നോക്കും. കേട്ടോ, ഇവിടെ നമ്മൾ പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. വലിയ കുഴപ്പമില്ലാത്ത പാർക്കിംഗ് അത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ ടയർ ലോഡാണ്. അതുകൊണ്ട് വലിയധികം റിസ്ക് ഉള്ള സ്ഥലങ്ങളിലൊന്നും നമുക്കങ്ങനെ വണ്ടി വെക്കാൻ പറ്റൂല കേട്ടോ. ഇതിലെ അടിപൊളിയല്ലേ? താഴെ കണ്ടല്ല, അടിപൊളി റോഡ് കേട്ടോ. നമുക്ക് പാർക്കിങ് കിട്ടിയില്ല, നമുക്ക് ആപ്പാടെ പണി കിട്ടി. ഇപ്പോൾ അടുത്തൊരു SOS നോക്കി ചവിട്ടാനുള്ള പരിപാടിയാണ് നോക്കുന്നത്. അന്നത്തേക്കും സമയം 13 മിനിറ്റേ ഉള്ളൂ കേട്ടോ. ടാക്കോ 10 മണിക്കൂർ റണ്ണിങ് ആയി ഇന്നടുത്ത്. ടാക്കോ പൊട്ടിക്കാൻ പറ്റൂല, പൊട്ടിച്ച് കഴിഞ്ഞാൽ ഫൈൻ കിട്ടും. നമ്മുടെ ടാക്കോ ഇന്നും പൊട്ടുമെന്ന് തോന്നുന്നു കേട്ടോ. അതേപോലെ ഇപ്പോൾ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. പാർക്കിംഗ് സ്ലോട്ടില്ല, അപ്പോൾ കണിഞ്ഞ്. അല്ല കേട്ടോ, ആകപ്പാടെ പെട്ട് കേട്ടോ, പെട്ട് ഇന്നും പെടും. പാർക്കിംഗ് കിട്ടൂല. ഇനി ആപ്പാടെ 6 മിനിറ്റേ ഉള്ളൂ. 6 മിനിറ്റ് കൊണ്ട് എവിടെയെങ്കിലും SOS കിട്ടിയാൽ മാത്രമേ കാര്യമുള്ളൂ. നല്ല സ്ഥലമാണ്, കിടില സ്ഥലമാണ്, ഒന്നും പറയില്ല. ഒരു പാർക്കിംഗ് സ്ലോട്ട് തൊട്ട് ഇല്ലാന്ന്. കിട്ടി മോനെ, കിട്ടി. നമുക്ക് ദൈവം വഴി ഒരുക്കി തരും കേട്ടാ. 3 മിനിറ്റ് ഇതല്ല, 10 മണിക്കൂർ ഡ്യൂട്ടി, 3 മിനിറ്റ് ബാലൻസ് കേട്ടോ. എന്നിട്ട് നമ്മളിവിടെ വണ്ടി കയറ്റി. നമുക്ക് എവിടെയെങ്കിലും ദൈവം ഒരുക്കി തരും കേട്ടോ. നമ്മളങ്ങനെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ ടാക്കോ വയലേഷൻ വന്നിട്ടുണ്ട്. അന്നേരം പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ ഫൈൻ, നല്ല ഫൈനിട്ട് തരും. അപ്പം അതുകൊണ്ട് അങ്ങനെ പൊട്ടിച്ചാൽ ശരിയാവില്ല, പണി പാളും. അതുകൊണ്ടാട്ടോ. അപ്പോൾ ഇത് എൻഡിക്കേറ്റർ അടിക്കാനുള്ള പരിപാടി.
എൻട്രി ഡ്രൈവറോട് ഓക്കെ. ബിഗിനിങ് കൺട്രി അല്ല, എൻ്റെ കൺട്രി ഓക്കെ. ഇറ്റലി കഴിഞ്ഞ പരിപാടി. ഇനി ഇത് ബാക്കോട്ട് അടിക്കുക. ശുഭം. അതിൻ്റെ മേലെ കണ്ട കയറി ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യമാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ വണ്ടി കൊണ്ട് വെച്ചിരിക്കുന്നു. ഇപ്പോൾ ഇങ്ങനെ കൊണ്ട് സൈഡാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പുറം ചാടാൻ വേണ്ടി വഴിയൊന്നുമില്ലല്ലോ. ചാടിക്കിടക്കണം കേട്ടോ. ഇങ്ങനെ ഞാൻ കിടക്കും. കാലി പോലെ വേണ്ടാരം. ഒരു മനുഷ്യനില്ല കേട്ടോ ഇവിടെ ഒന്നും. ഒരു മനുഷ്യൻ. ഇത് ഫുള്ള് പുഴ കേട്ടോ. കാടാണ്, കാട്. ഫുള്ള് വെള്ളമാണ്. കുളിച്ചിട്ടൊന്നുമില്ല, വന്ന് ചാടാനൊന്നും പറ്റില്ല, കുളിക്കാനുള്ളതൊന്നും ഞാനൊന്നുമില്ല. മൊത്തം കൊള്ളാമല്ലേ? അടിപൊളി സ്ഥലം. നമ്മുടെ വണ്ടി ഇതുണ്ടാണെങ്കിൽ നമ്മളെ വണ്ടി കൊണ്ടുവച്ചിരിക്കാൻ നല്ല കിൻഡൽ സ്ഥലത്താട്ടോ. അങ്ങനത്തെ സ്ഥലത്താണ് വണ്ടി വെച്ചിരിക്കുന്നുണ്ട്. നടു റോട്ടിൽ. ഇതാണ് SOS എന്ന് പറഞ്ഞ സ്ഥലം. SOS ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഉറക്കം നമ്മുടെ ഇവിടെയാണ്. നാളെ രാവിലെ ഇവിടുന്ന് പോകുള്ളൂ. ഇത് നമ്മുടെ കമ്പനി ഫോണാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റും. ഇതിപ്പോൾ നേരത്തെ മാപ്പിലുണ്ടായിരുന്നത്, ഇപ്പോൾ ഇങ്ങനെ മാപ്പിലുണ്ടാവുക. അപ്പോൾ ഇത് ടാക്കോഗ്രാഫ് എന്ന് പറഞ്ഞ സംഭവം കണ്ടോ. അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. 9 മണിക്കൂറും 57 മിനിറ്റും വണ്ടിയിൽ നിന്ന് ഓടി കേട്ടോ. 10 മണിക്കൂർ ഡ്യൂട്ടി ഫുള്ള്. അതായത് ഈ ആഴ്ച ഞാൻ ഇപ്പോൾ അല്ല ബേസിൽ നിന്ന് വരുന്നത്. എന്നിട്ട് ഈ ആഴ്ച 59 മണിക്കൂറായി ടോട്ടലി. നമ്മൾ ബേസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഫസ്റ്റ് ട്രിപ്പ് ആയതുകൊണ്ട് ഇത് അധികം കയറി പോയിട്ടില്ല കേട്ടോ. സമയമായിട്ടില്ല. നമ്മൾ രാവിലെ എണീറ്റ് കേട്ടോ. സമയം രാവിലെ 12:30 ആയതേ ഉള്ളൂ. നല്ല മഴയാണ്. നമ്മുടെ വണ്ടീൻ്റെ ബേക്കിൽ ഒരുത്തം കൊണ്ടുവച്ചിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഇങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇങ്ങനെ കൊണ്ടുവച്ചാൽ കേട്ടോ. നല്ല മഴയുണ്ട് രാവിലെ. ഇപ്പം നമ്മൾ 1:30 ആകുമ്പോഴത്തേക്ക് എടുക്കാൻ വേണ്ടി ഇപ്പോൾ ഇവിടുന്ന് ഒരു ചായ വെച്ച് കുടിക്കണം, പോകണം കേട്ടോ. നമ്മുടെ ബേക്കിൽ ഒരുത്തം കൊണ്ടുവച്ചിട്ടുണ്ട് വണ്ടി. ഒരു ബെൻസാരൻ വേണ്ട, തല വെട്ടിച്ച് അങ്ങോട്ട് വെച്ചിരിക്കുക. പിന്നെ വണ്ടി കിടന്ന് ആടും. അതിന് വേണ്ടിയാ അങ്ങനെ വെക്കുന്ന കേട്ടോ. 600 meters at the roundabout, take the third exit onto Via Cristoforo Colombo, SS16. After 500 meters, take the third exit at the traffic circle. ഏത്തായിട്ട് റോഡ് അടച്ചു കേട്ടോ. റോഡ് പണിയാണ്. അതുകൊണ്ട് നമ്മളെ ഔട്ടർ റോഡ് ഇറക്കി വിട്ടിരിക്കുകയാണ്. ഇപ്പോൾ പുറത്തുകൂടെയാണ് ഇപ്പോൾ പോകുന്നത്. ലോക്കൽ റോഡല്ല ഇത്. കറങ്ങി തിരിഞ്ഞ് അപ്പുറം ഒന്ന് കയറും കേട്ടോ. ടോം കറക്റ്റ് വഴി കാണിച്ചു തരും. ഇപ്പോൾ 4 മാപ്പാണ് ഇരിക്കുന്നത് ടോട്ടൽ. ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഈ സമയങ്ങളിലാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ടോമിന് ആവശ്യം വരിക. ഫ്ലീറ്റ് ആൻഡ് നേരെ തിരിച്ചാ വഴി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും തിരിഞ്ഞു പോകാനാണ് കാണിക്കുന്നത്. അവർ വേ പോയിന്റ് ഇട്ടിട്ടുണ്ടാവും. ആ വേ പോയിന്റ് വഴിയേ കാണിച്ചു തരുള്ളൂ ഫ്ലീറ്റ് ആൻഡ്. റോഡ് അടച്ചാലും എന്താക്കിയാലും. In 600 meters at the roundabout, take the third exit onto Strada Rovigano, SS16. റോഡ് മാറിയണ്ട. അതിൻ്റെ അകത്ത് റോഡ് കാണിച്ചു തരുന്നില്ല ഇപ്പോൾ. ഇതൊക്കെയാണ് 2-3 മാപ്പൊക്കെ വെച്ച് നമ്മൾ പോകുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം. അതൊക്കെയാണ്. അങ്ങനെ റോഡ് പണീൻ്റെ സമയത്തല്ല ഇതേപോലെ വണ്ടി ഇറക്കി വിടുക. അന്നേരം ഇപ്പോൾ നമുക്ക് സേഫായിട്ട് കയറണമെങ്കിൽ നമുക്ക് ടോം പോലുള്ള ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മെയിനായിട്ടുള്ള റോഡുകളിൽ കയറി പോകാൻ പറ്റുള്ളൂ കേട്ടോ. വലിയ കുഴപ്പമില്ലാത്ത റോഡ്. ഇവിടെ അങ്ങനെ ബ്രൈറ്റ് ഇട്ട് നമുക്ക് ഓടിക്കാൻ പാടില്ല കേട്ടോ. വണ്ടി ബ്രൈറ്റ് ഓടിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ പോലീസ് വന്ന് ഫൈൻ തരും. പണി വീണ്ടും പാളിയ പോലെയുണ്ട്. ഇവിടെയൊക്കെ റോഡ് പണിയാണ് കേട്ടോ. അതായത് ഇറക്കി വിട്ട റോഡ് പണിയാണ്. ഇവിടെ കുഴപ്പമില്ല. നമുക്ക് ആ ഇടതുവശത്ത് കൂടെ അങ്ങോട്ട് ഉള്ളിലേക്ക് കയറിപ്പോയി. ഇപ്പോൾ സിഗ്നൽ വീണ് കിടക്കുകയാണ്. ഇവിടെയൊക്കെ ഇങ്ങനെയാണ് പരിപാടി. സിഗ്നലായി. ഇത് കണ്ട റോഡ് പണിയാണ് കേട്ടോ എല്ലായിടത്തും.
ഇതെന്തോ പാലത്തിൻ്റെ പണിയാണ്, പാലത്തിൻ്റെ പണി നടക്കുന്ന ഭാഗം. ചെറിയൊരു കനാലാണ് കേട്ടോ. അടിപൊളി സ്ഥലങ്ങളാണ്, പക്ഷെ ഇച്ചിരി നേരം എടുക്കണം, എന്നാലും അടിപൊളിയായിരുന്നു. ഫ്ലീറ്റാൻഡൊക്കെ പോയ വഴിക്ക് പുല്ല് പോലും മുളയ്ക്കൂല കേട്ടോ, അതേപോലത്തെ പോക്കാ പോയെ. ആശാൻ ഇതുവരെ സെറ്റായിട്ടില്ല. നമ്മളെ ടോമിനെ മാത്രം നോക്കിയാ ഇപ്പോൾ പോകുന്നത്. ടോമും ഗൂഗിൾ മാപ്പ് കേട്ടോ. കുഴപ്പമൊന്നുമില്ല. 2.9 കിലോമീറ്റർ കാണിക്കുന്ന A13. അടിപൊളി സ്ഥലമാണ്, കിട്ടില്ല സ്ഥലം. മേലൊക്കെ തട്ടുമോ വേണ്ടാലോ, അതേ കൂട്ട് സ്ഥലം പോലെ. ഇത്ര കുറച്ച് മാറ്റി പിടിക്കുക, ഇല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ തട്ടിക്കളയും. തട്ടൂല കേട്ടോ, 4 മീറ്റർ ആയിട്ടുണ്ടോ എന്താണ്. കാരണം ഇതിലെല്ലാം ട്രെയിലർ പോകുന്നതാണ്ടോ, അതിൻ്റെ കണക്കായിട്ട് കണ്ടോ അരിഞ്ഞ് മാറിയിട്ട്. നമുക്ക് സിഗ്നലാണ്. ഇത് റെസിഡൻഷ്യൽ ഏരിയ തന്നെ കേട്ടോ, ഇത് മാറ്റമൊന്നുമില്ല. റെസിഡൻഷ്യൽ ഏരിയൻ്റെ ഉള്ളിൽ കൂടെ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ 50 കിലോമീറ്റർ സ്പീഡ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ നോക്കിയും കണ്ടും വേണം പോകാൻ. ഇതുണ്ട് ഈ വലത്ത് സൈഡിൽ കണ്ടോ മെൻഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടോ. അവിടെ കണ്ടോ ഒരു മരം കണ്ടോ, എന്താ രസം കണ്ടോ. ഇതിനകത്ത് വ്യൂ ആവുമെന്ന് അറിയത്തില്ല, നല്ല ആർച്ച് പോലെ ആയിരിക്കും മരം. പകലൊക്കെ വന്നാൽ അടിപൊളിയായിരിക്കും. വ്യൂ ആയിരുന്നു, പക്ഷെ കാര്യമില്ല, സംഭവം കുറച്ച് ഇരുട്ടായി. ഈ കമ്പനിന്റെ ഫ്ലീറ്റ് ആൻഡ് കോമഡി തന്നെ കേട്ടോ. Continue on A13 for 74 kilometers. Follow the highway. ആശാൻ ഇതിന്റെ അടിയിൽ കൂടെ കിടന്ന് കറങ്ങിയിട്ട് വരെ ആശാൻ കാണിച്ചു തന്നില്ല. എന്നിട്ട് ഇപ്പൊ ഈ റൗണ്ട് അപ്പൂട്ട് കയറുമ്പോ മറ്റേ കറക്റ്റായിട്ട് കാണിച്ചു തരാൻ തുടങ്ങി. അതുവരെ ചത്തിരിക്കുമായിരുന്നു കേട്ടോ. നേരം വെളുത്ത് വരുന്ന ഭാഗം കേട്ടോ, അടിപൊളിയല്ലേ, നല്ല ബ്ലൂ കളറ്. നമ്മൾ വീണ്ടും A13 കയറി കേട്ടോ. A13 റോഡിൽ കയറി. രാജേട്ടൻ വരുന്നുണ്ട്, രാജേട്ടനെ കാണണം. പുള്ളീൻ്റെ ഗ്യാസിൻ്റെ ഇത് അടിച്ചുപോയി, പുള്ളിക്കൊരു സിലിണ്ടർ കൊടുക്കണം കേട്ടോ. അവിടെ വന്നപ്പോഴത്തേക്ക് കളർ, ഇവിടെ എത്തിയത്തേക്ക് കളർ വീണ്ടും മാറിയില്ല. സ്കൈൻ്റെ വേറൊരു കളറ്. അടിപൊളി, ശരിക്കും വെളുക്കുന്നേ ഉള്ളു കേട്ടാ. കളർ ടൂണൊക്കെ ഉണ്ടോ, എന്ത് രസമാണ്. ബേക്കോട്ടാന്ന് കേട്ടാ, ബേക്കിന്നാന്ന് തോന്നുന്നു സൂര്യൻ വരും. നമ്മളിപ്പോൾ കൊളോങ്കണ ടൗണിൻ്റെ അടുത്ത് എത്തിയിട്ടോ. കൊളോങ്കണ ഏകദേശം വലിയൊരു ടൗണാണ്, അവിടെ എത്തി. ഇവിടുന്ന് തിരിഞ്ഞിട്ട് A14 ഇപ്പോൾ കയറും കേട്ടോ വണ്ടി. A14 കയറി കേട്ടോ വണ്ടി. ഇവിടുന്ന് ഒരു 700 കിലോമീറ്ററാണ് നമ്മൾ പോകേണ്ട സ്ഥലം. ലൊക്കേഷനിലേക്ക് ഇറക്കണ്ടേ. സൂര്യനെ കുതിച്ചു തലയെ കുറിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. എന്താ അടിപൊളി വ്യൂ. നമ്മളിപ്പോൾ ബൊളോങ്കണ എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നല്ല വെയിലാണ്. വെയിലെന്നൊക്കെ പറഞ്ഞാൽ നല്ല കട്ട ലൈറ്റ് കേട്ടോ, കണ്ണടിച്ചു പോകുന്ന സൈസ് ലൈറ്റ്. സമയം ഇപ്പോൾ 7 മണിയായതേ ഉള്ളൂ സമയം, ഇതൊന്നും ആയിട്ടില്ല. ഇതെല്ലാം കൃഷിസ്ഥലമാണ്. ലൈറ്റ് ഇടതുവശത്തു നിന്നാണ് വരുന്നത്, അതുകൊണ്ട് ഒരു സുഖമില്ല കേട്ടോ. ഈ ഭാഗത്തു നിന്നാണ് ലൈറ്റ് വരുന്നത് കേട്ടോ. വെയിൽ കണ്ടോ, കത്തി നിൽക്കുമായിരുന്നു, കത്തി ഉള്ള വണ്ടിയുണ്ട്. ഈ യെല്ലോ ലൈൻ ഇടുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓവർടേക്ക് ഒന്നും ചെയ്യാൻ പാടില്ല, അതിന് വേണ്ടിയാണ് ഈ യെല്ലോ ലൈൻ അടിച്ചിടുന്നത് കേട്ടോ. ഇതിനകത്തൊക്കെ ഓവർടേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലീസ് വന്ന് ബൈക്കിൽ നിന്ന് പിടിയും, ചിലപ്പോൾ നല്ല ഫൈൻ വരും. കഴുകിയിട്ടും കാര്യമില്ല കേട്ടോ. അതേപോലെയാണ് ഇപ്പോൾ ഗ്ലാസ്സിൽ കച്ചറ ആവുന്നത്. എന്തോ ഒരു ഈച്ച പോലത്തെ എന്തോ ഒരു സാധനം ഉണ്ട്, അത് വന്ന ഒരേ അടിയാണ്, കുളമാക്കിയെന്ന്. ഇത് കഴുകുന്നുണ്ട് ഗ്ലാസ് ഇടയ്ക്കിടയ്ക്ക്, പക്ഷെ എന്നാലും വൃത്തിയാകുന്നില്ല കേട്ടോ. വെയിലെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ഒലക്കേല വെയിൽ, നല്ല ഇതും ചൂട് മേത്തോട്ട് അടിക്കുന്നുണ്ട്. 26 ഡിഗ്രി ഇപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മളെന്താ അവസ്ഥ അറിയത്തില്ല, പോയി കിടന്നോ ഉറക്കമൊക്കെ. കാരണം ഇന്ന് രാവിലെ 1:30 നമ്മൾ വണ്ടി എടുത്തു കേട്ടോ ഇന്ന്. അത് പിന്നെ
നേരത്തെ അവിടെ എത്തും നമ്മൾ. സ്ഥലമെല്ലാം കണ്ടോ മൊത്തം ഇതാക്കിയിട്ടിരിക്കുന്നത്. എന്നിട്ടും ഗ്ലാസ് അങ്ങ് ഒരു വൃത്തിയാകുന്നില്ല കേട്ടോ. ക്യാരവാൻ കണ്ടോ, ക്യാരവാൻ സമ്മർ ആയത്തേക്കും എല്ലാവരും ക്യാരവാനിൻ്റെ അകത്ത് കറക്കം തുടങ്ങി. എത്രയാ വണ്ടി എന്ന് അറിയുമാർ പോകുന്ന രാത്രി. ക്യാരവാൻ്റെ കളിയാന്ന് കേട്ടോ രാത്രി. ഈ സ്ഥലമെല്ലാം കണ്ടോ മൊട്ടക്കുന്നാണ്. നല്ല രസമുണ്ട് കാണാൻ. മുമ്പിലോട്ട് കണ്ടോ നല്ല രസമുണ്ട് കാണാൻ. അടിപൊളി സ്ഥലം. നമ്മളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന A14 റോഡ് കേട്ടോ. ഫുള്ള് കൃഷിയും പരിപാടിയൊക്കെയാണ് എല്ലായിടത്തും. ഇത് ഒരു പുൽകൃഷിയാണ്. ഇത് വെട്ടാൻ തയ്യാറായിട്ട് നിൽക്കുന്നത്. ഇനിയിപ്പോൾ അത് കൊയ്തെടുക്കും കേട്ടോ. വലിയ താമസമൊന്നുമില്ല. നമ്മളെ അടിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ഓവർടേക്ക് കയറാൻ വേണ്ടി വരുന്നുണ്ട്. പഴയ വീട് കണ്ടോ മേലെ ഇരിക്കുന്ന അടിപൊളി ഒരു വീട്. ഓവർടേക്ക് കയറുന്നുണ്ട് കേട്ടോ പുള്ളി. കയറുക ഇറങ്ങുക, ചെറിയൊരു ഗ്യാപ്പ്, അത് കഴിഞ്ഞ് അടുത്തത് ഇറങ്ങുക. ഇത് തന്നെ പരിപാടി. ഇറങ്ങി അടുത്തതിൽ കയറി. എല്ലാം കുഞ്ഞു കുഞ്ഞു തുരങ്കങ്ങളാണ് കേട്ടോ. വലുതല്ല, ചെറുത്. നെറ്റ്വർക്കൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പോവും. കയറി ഇറങ്ങി കേട്ടാ. അടുത്ത വിഷ്ണു ലോകത്തെത്തിന്നു. പഴയ വീടുകളൊക്കെ കണ്ടായിരിക്കുന്നത്. എന്ത് രസത്തിലുള്ള കെട്ടിയെല്ലാം വീടുകൾ. അടുത്ത ഇറങ്ങും കേട്ടോ. നമ്മളിപ്പോൾ പെസ്കാരേൻ്റെ അടുത്തുണ്ട് കേട്ടോ. പെസ്കാര ഏകദേശം നമ്മളിവിടെ സൈഡാക്കാനുള്ള പരിപാടിയാണ്. ഒരു 10-50 കിലോമീറ്റർ അപ്പുറം ഒരു പാർക്കിംഗ് ഉണ്ട്. അവിടെ കൊണ്ട് സൈഡാക്കണം. ആശാട്ടം വരുന്നുണ്ട് കേട്ടോ. ഇത് ശനിയാഴ്ചയാണ് കേട്ടോ. ശനിയാഴ്ചയാണ് നമ്മൾ പണിയെടുക്കുന്നത്. അപ്പോൾ പിന്നെ റോട്ടിൽ വണ്ടി കുറവാന്ന് വിചാരിച്ചത്. പക്ഷെ നോക്കുമ്പോൾ കാറുകാരുടെ ബഹളമാണ്. ആ കാണുന്ന മല മൊത്തം കൃഷിയാട്ടോ. മൊത്തം കൃഷിസ്ഥലമാണ്. ഫുള്ള് കൃഷിസ്ഥലമാണ്. അത് ഓരോരോ കൃഷിയാണ് എല്ലാവരും ചെയ്യുന്നത്. ഓരോ സമയത്ത് സീസൺ അനുസരിച്ചാണ് കൃഷി ചെയ്യുന്നത് കേട്ടോ. ഇറ്റലിയാണോ ഉള്ളത് കേട്ടോ. പക്ഷെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പാർക്കിങ് കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മുടെ വണ്ടി ഇങ്ങനെ കൊണ്ട് ചാരി വെച്ചിട്ടുണ്ട്. നമ്മൾ ഫുൾ ചാരലിൻ്റെ ആൾക്കാരാട്ടോ. പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ വണ്ടി കുറച്ച് മുന്നോട്ട് കയറ്റി വിട്ടു. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ രാജശേഖർ വന്നിട്ട് ഇതിൻ്റെ ബേക്കിൽ കിടക്കണം കേട്ടോ. അപ്പോൾ കാലെന്തോ പറ്റി. മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേക്കിൽ വേറെ വണ്ടി കൊണ്ട് കയറ്റും. പാർക്കിംഗ് ഒക്കെ കുറച്ച് ശോകമുണ്ട് കേട്ടോ ഇവിടെ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇല്ല മറ്റേ വണ്ടിക്കാർ വന്നിട്ട് നമ്മുടെ കമ്പനി വണ്ടി വന്നിട്ട് ഇവിടുത്തെ ഒന്ന് പെട്ടുപോകും. ഇത് നമ്മുടെ രാജശേഖരനാണ് കേട്ടോ. രാജശേഖരൻ വരുന്നുണ്ട്. ഞാൻ അങ്ങനെയൊക്കെ സ്ഥലം പിടിച്ചു വെച്ചതാണ്. ഇനിയിപ്പോൾ എൻ്റെ വണ്ടി മുന്നോട്ടാക്കി കൊടുക്കണം കേട്ടോ. രാജേട്ടാ ഇപ്പറ അടുപ്പിച്ചോ വണ്ടി. മുഖമൊക്കെ ഒന്ന് കാണിക്കാൻ കഴിയും. നാട്ടുകാർ കാണണ്ടേ. അവിടെ നിൽക്കും, അവിടെ നിൽക്കും, അവിടെ നിൽക്കും. വാരി പിടിക്കണം. ഇങ്ങനെയൊക്കെ കൊണ്ട് വെക്കുന്ന കേട്ടോ. മുഖം കാണിക്കാം.
പേടിക്കണ്ടല്ലോ, നിങ്ങൾ ഇറങ്ങുവാ. ഇതാ നമ്മുടെ രാജേട്ടാ കടാ, കണ്ണൂരുകാരൻ. ഇങ്ങനെയൊക്കെയാന്ന് കേട്ടോ, ഓരോ ഉപകാരം ചെയ്യുന്നതാണ്, സഹായം ചെയ്യുന്നത്. ആരും കുറിച്ചേക്കരുത്. വേറെ ആരും കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പിന്നെ പുള്ളീൻ്റെ ചാൻസ് പോകും. അതുകൊണ്ട് അങ്ങനെ വെപ്പിച്ച് നമ്മൾ പരമാവധി വണ്ടി ബാക്കോട്ട് വെച്ച് കൊടുത്തതാട്ടോ. ഞാൻ കണ്ടോ, അതാ ഏറ്റവും ബേക്കിലാണ് കൊണ്ടുവച്ചിട്ട്. ഇത് മുന്നോട്ട് വെക്കാൻ കുറേ സ്ഥലമുണ്ട്, ഞാൻ വെച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെയാണ് ഓരോ വഴി ഒപ്പിച്ച് കൊടുക്കുക. ആ ഒന്ന് ബാക്ക് പോവണ്ടി, എന്നിട്ട് ഹെഡിങ് കട്ട് ചെയ്തു. ഇതിൻ്റെ ബാക്കോട്ട് ഹെഡ് കെട്ടി നേരെ ബാക്ക് പോട്ടെ. നേരെ പോട്ട്. അതെ ഫുള്ള് കട്ട് ചെയ്യുമ്പോ വാരോടി. ഫുള്ളടി വരട്ടെ ഫുള്ളടി. ഇവിടെ കൊണ്ട് അടുപ്പിച്ച് വെച്ചോ മതി. അവിടെ ഇങ്ങനെ ആകുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഫുള്ള് കട്ട് ചെയ്ത് മാറി കുറച്ച് പോകലില്ല, അങ്ങനെ കുഴപ്പമില്ല. വണ്ടി പോവും. സ്ഥലമുണ്ടോ? സ്ഥലമില്ല, അപ്പോൾ ഒന്നും ചെയ്യാനില്ല. ഇവിടെ എല്ലാം വണ്ടി കൊണ്ടിടും കേട്ടോ, ഇവിടെ എല്ലാം കൊണ്ടിടും. ഇനിയിപ്പോൾ ഇനി ഒരു 2 വണ്ടി ഇടാൻ പറ്റില്ല, ഇനി ഒറ്റ വണ്ടി എടുത്തുള്ളൂ. അവിടെ ഒരു മറ്റേ ഇത് കൊണ്ടുവച്ചിട്ടുണ്ട്. ആ ക്യാമറമാൻ കേട്ടോ, അതിൻ്റെ പേര് മറന്നുമല്ല, പണ്ടാരടങ്ങാൻ വേണ്ടി. ചെലവിയോ? ഞാനിവിടെ സ്ഥലം പിടിച്ചു വെച്ചിട്ട് ഞാനുണ്ടല്ലോ ഈ വേക്ക് കൊണ്ടിട്ടിട്ട് ഒരുത്തരം എൻ്റെ വണ്ടിക്കിട്ട് വന്ന് കുത്തു വരെ ചെയ്തു. ചെലവുള്ളൂ കേട്ടോ. നിങ്ങളെ നമ്മളെ സിനിമയിലെടുത്തു കേട്ടാ, കണ്ണൂരുകാർ വന്നു കേട്ടാ. പറഞ്ഞില്ല, കണ്ണൂർ കോളിത്തട്ട്. എന്താ ഉള്ള ഫുഡ് എന്നാ ഉള്ളേ? ഗ്യാസ് അടിച്ചു പോയിട്ടാ ഉള്ള പുള്ളീൻ്റെ ഗ്യാസ് അടിച്ചു പോയിട്ട് എൻ്റെ അടുത്താ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ അടുത്ത് ഒരു ഗ്യാസിൻ്റെ ഒരു സിലിണ്ടർ ഉണ്ട്, അത് കൊടുക്കാൻ വേണ്ടി. ഏത് കാശല്ല എൻ്റെ മൊത്തം ഉള്ളത്, ആ മറ്റേ ഫ്ലെയിം മൊത്തം അതുണ്ട്. വാ ഓഫാക്ക്. അത് അതിന് വേണ്ടി പുള്ളി ഇങ്ങോട്ട് വന്ന മെയിനായിട്ട്. 2 വണ്ടിയും കൊണ്ട് പാർക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇന്ന് നാളെ ഇവിടെ കേട്ടോ. ഇന്ന് ശനിയാഴ്ചയാണ്, നാളെ ഞായറാഴ്ച. രാശേട്ടനെ കൊണ്ട് വിളമ്പിക്കാനുള്ള പരിപാടിയാണ്. രാശേട്ടാ വിളമ്പൂ. എൻ്റെ മുഖമല്ലെന്ന്. നിങ്ങളുടെ മുഖത്തിന് എന്നാ കുഴപ്പം? ഉറക്കം വിളിച്ചിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല. രാവിലെ ഞാനാ കേട്ടോ വിളിച്ചെണീപ്പിച്ചിട്ട് ആശാനെ എന്നിട്ട് കൊണ്ടുവന്ന. ഇത് ഇറച്ചിക്കറി കേട്ടോ, ഇത് ചോറെടുക്കാൻ വേണ്ടിയാണ്. ചോറെടുക്ക്. ചെറിയ കുപ്പിയിൽ വെള്ളം ഒഴിച്ചാ എന്തിനാ? കൈ കഴുകിയിട്ട് ചോറ് വിളമ്പുന്ന നീ നാട്ടുകാരനാ. അതാ അതിനകത്ത് ഇവിടെ വന്ന അതെല്ലാം മറന്നു കേട്ടോ. കഴിരാ അത് തുറക്കണ്ട. ഗ്ലാസ് ഇതായി പോയില്ലടാ. എന്തൊക്കെ കാണണം ദൈവം ഇയാളുടെ. ഇതാണ് കേട്ടോ റൈസ് കുക്കർ. നമ്മൾ പറഞ്ഞ റൈസ് കുക്കർ. ഇത് കണ്ടിട്ടുണ്ടാവും പല ആൾക്കാരും. ഇത് നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സംഭവമാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇപ്പോൾ ഉടായ്പാണ്. ഉടായ്പല്ല, മടിയാന്ന് പറഞ്ഞില്ല. അപ്പോൾ കറിയൊക്കെ അതിനകത്ത് എടുത്തിട്ടുണ്ട്, ചൂടാക്കാൻ മടിച്ചിട്ടാ കേട്ടോ. കഴിക്കാമല്ലേ രാജേട്ടാ? ടിഷ്യൂ പേപ്പർ എടുക്ക്. കറി അതിനകത്തിട്ട് ഇയാൾക്ക് എന്തെല്ലാം കൊടുക്കണം? ബിരിയാണി ആക്കിയോ? ആ ബിരിയാണി പോലത്തെ സംഭവം. ഇതും മറ്റൊരു ഉടായ്പ്. ടിഷ്യൂ ഇതാകുമ്പം അവിടുന്ന് വലിച്ച് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടത്തിയെടുക്കാം. എടുക്ക്, ഞാൻ വീഡിയോ എടുക്കാം. എടുക്ക്. എന്താ നിങ്ങൾ ആലോചിക്കുന്നത്? അല്ല, ബിരിയാണി പോലത്തെ ചോറ് കണ്ടോണ്ട് ഞാൻ എടുത്ത് വിരിച്ചു. ഇത് ബിരിയാണി ചോറ. ഇവിടെ തന്നെ വെച്ചാൽ മേലെ വെച്ചാൽ ഒരു കുഴപ്പമില്ല, അതിനൊന്നും പ്രശ്നമില്ല. കറി രണ്ടാൾക്ക് കൊടുക്കാം. ഞാൻ ഈ വീഡിയോ എടുക്കുന്നുണ്ടോ കേട്ടോ. ചേട്ടൻ വിശന്ന് തളർന്നെത്തിയതാ കേട്ടോ. വിശന്നായിരുന്നോ രാജേട്ടാ? തീർച്ചയായും. നിങ്ങൾക്ക് ഞാൻ ചോറാക്കി തന്നു, വഴിയാക്കി തന്നു, എല്ലാം ആക്കി തന്നു. ഇനിയപ്പുറം എന്താ വേണ്ടേ? ചോറാക്കി പാർക്കിംഗ് ആക്കി. അയ്യോ പൊട്ടിച്ചേട്ടാ, എൻ്റെ മേലെ കയറുന്നു പണ്ടാടങ്ങാൻ വേണ്ടി. പൊട്ടിയില്ല വൈകിട്ട്. തൈരൊക്കെ ഞാൻ ചമ്മന്തി ആക്കി നാട്ടിരിക്കുന്നു. ഒന്നും ആയില്ല, പൊട്ടിപ്പോയില്ല വായത്തിന്.
നിവർന്ന് വരുന്നുണ്ട്. ഇത് നമ്മളൊരു 3-4 മേടിച്ച് വെക്കും. എന്നാത്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വഴിയിൽ മുട്ടില്ലാണ്ട് പോകാൻ വേണ്ടിയാണ്. ഇത് സീറ്റ് ഇരിക്കുന്ന കേട്ടാ, വാരി എറി രാജേട്ടാ. ചോറ് മതി. ഇറച്ചി, തൈര്, ചോറ്. അങ്ങനെയുണ്ട് രാജേട്ടാ. ബിരുദാകാരമെന്ന് പറയും ആൾക്കാർ. അതെന്താ? തൈര് ഇറച്ചി. അത് കുഴപ്പമില്ല. എങ്ങനെയുണ്ട്? അല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏത് കിട്ടിയാലും ഒരു വിഷയമില്ല, അമൃതമാണ്. അതുകൊണ്ടെല്ലാം പോവും. നമുക്ക് ഭക്ഷണം കഴിച്ചാൽ മതി അല്ലേ? തന്നെ ഇങ്ങോട്ട് കടിക്കാത്ത എന്ത് സാധനത്തിനെ പിടിച്ച് അങ്ങോട്ട് കടിക്കുന്ന സ്വഭാവം നമ്മൾ കേട്ടോ. അതുകൊണ്ട് വിഷയമില്ല. ഞാൻ പറ്റുകൊണ്ടല്ല, അടിപൊളിയാണ്. വണ്ടിയിലെ ലൈറ്റ് മാറ്റാനുണ്ട്. ഉടുപ്പില്ലാത്ത ഫോട്ടോ എടുക്കണ്ട. ഉടുപ്പില്ലാത്ത ഫോട്ടോ എടുക്കുക. ഇതാ രാജേട്ടനാണ് കേട്ടോ. ഇത് പുള്ളീൻ്റെ വണ്ടീൻ്റെ ബൾബ് പോയി. അപ്പം നമ്മൾ ബൾബ് മാറ്റൽ പരിപാടിയാണ് കേട്ടോ. ചിലവർ പറയും ബൾബ് മാറ്റണ്ടെന്നൊക്കെ പറയും, പക്ഷെ അങ്ങനെയല്ല. ഇത് ബൾബ് മാറ്റിയില്ലേ നമ്മൾ തന്നെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് ഫൈൻ അടക്കേണ്ടി വരും. കമ്പനി വഹിക്കൂല. നമ്മളൊരു ടയറിന് എയർ അടിക്കുന്നതിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് കുറച്ച് ആളുകൾ വന്ന് പറഞ്ഞായിരുന്നു അതെല്ലാം കമ്പനി ചെയ്ത് തരൂലെന്ന്. അങ്ങനെയല്ല, അത് കമ്പനി ചില കമ്പനികളൊക്കെ ടയറൊക്കെ പൊട്ടി വഴിക്കായിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നൊക്കെ പൈസ പിടിക്കും. പോലീസ് വന്നിട്ട് ടയർ മാറ്റുന്ന ചില കമ്പനിയാണെന്ന് പറഞ്ഞ കേട്ടോ. എല്ലാ കമ്പനിയും അങ്ങനെയാണെന്നല്ല. നല്ല നല്ല കമ്പനികൾ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നല്ല വൃത്തിക്ക് ചെയ്തു തരുന്ന ചില കമ്പനികളൊക്കെ ഉണ്ട്. ഇല്ലയെന്ന് നമ്മൾ പറയുന്നില്ല. പോലീസിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ടയർ മാറ്റുന്ന പൈസ വരാൻ പിടിക്കുന്ന കമ്പനികളുണ്ട്. അപ്പോൾ ആ സമയത്ത് ചില കമ്പനികൾ കറക്റ്റായിട്ട് നമുക്ക് ഫുള്ള് വാട്ടർ റൂം ആയിക്കോട്ട് ടയർ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മാറ്റണ്ട, അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട്. അതൊക്കെ കമ്പനി പോലെ ഇരിക്കും കേട്ടോ. എല്ലാ കമ്പനിയും ഇതേപോലെ അടിപൊളി കാണണമെന്നില്ല. ബൾബൊക്കെ മാറ്റേണ്ട നമ്മുടെ ഉത്തരവാദിത്തമാണ്. കമ്പനി എല്ലാവിധ സാധനങ്ങളും തരും നമുക്ക്. ഇത് ബൾബ് മാറ്റാനുള്ള എല്ലാ സാധനമാണ്. അതുപോലെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ വണ്ടിയിൽ എല്ലാവിധ സംഭവമുണ്ട്. ഇത് ബൾബും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഈ പുള്ളി ബൾബൊക്കെ എടുത്ത് വെച്ചിരിക്കുന്ന കേട്ടോ. എടുക്കണോ? ആ ശരിയാ. അപ്പോൾ ഇത് ഈ പോയിരിക്കുന്ന ഈ ബൾബാണ്. അപ്പോൾ ഇതാണ് നമ്മൾ മാറ്റിയിടാൻ പോകുന്നത്. ഇതേപോലെ കമ്പനി ബൾബും കാര്യങ്ങളൊക്കെ നമുക്ക് തരും. അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മളത് മാറ്റിയിടണം. എപ്പോഴും മാറ്റിയിട്ടില്ലെങ്കിൽ ഓസ്ട്രിയ പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് ഫൈൻ കിട്ടും. ഗ്ലൗസ് എന്താ ഇടാത്തതെന്ന് ചോദിക്കില്ല കേട്ടോ. ഗ്ലൗസ് ഇടാൻ മറന്നു പോയതാണ്. കുളിക്കാൻ പോകാനുള്ള പരിപാടിയാണ് ഇത് കഴിഞ്ഞിട്ട്. പിന്നെ കുഴപ്പമില്ല, കുറച്ച് ചെളിയൊന്നും ആയാലും. അപ്പുറത്തെ ഒരു ബൾബ് ഞാൻ മാറ്റിയിട്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഉള്ളിലും പാർക്കുണ്ടെന്ന് നിന്ന് നിൻ്റെ വണ്ടിയുടെ കത്തുമ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ പുറത്ത് മാത്രമേ ഉള്ളെന്ന്. എല്ലാം കത്തുന്നുണ്ട്. ഒരെണ്ണം കത്തിയില്ലെങ്കിൽ 30 യൂറോ, 2 കത്തിയില്ലെങ്കിൽ 60 യൂറോ. അപ്പം പിന്നെ ഒരു ലൈറ്റ് കത്തിയില്ലെങ്കിൽ 30 യൂറോ, 2 കത്തിയില്ല 60 യൂറോ. എത്ര 10 ലൈറ്റ് കത്തിയില്ല അതിന് 600 യൂറോ അല്ലേ? അല്ല 300 യൂറോ. മാറിപ്പോയി. യൂറോ എന്ന് പറയുമ്പോൾ എളുപ്പമാണ്, പക്ഷെ നമ്മുടെ നാടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പൈസയ്ക്ക് നല്ല മാറ്റമുണ്ട്. ഒരു യൂറോ എന്ന് പറയാൻ ഏകദേശം 100 രൂപേൻ്റെ അടുത്ത് വരും. അത് നമ്മുടെ ശമ്പളത്തിലാണ് പറയുന്നത് കേട്ടോ ആ പൈസയൊക്കെ. ഇതേപോലെ എല്ലാ സാധനവും തരും. നമ്മൾ കറക്റ്റായിട്ട് മാറ്റിയിടുക ഇല്ലെങ്കിൽ ഫൈൻ കിട്ടും. അപ്പോൾ നമ്മൾ അവിടെ എല്ലാം പോയി പേപ്പറെല്ലാം കൊടുത്ത് ഒരു ബാഡ്ജ് തന്നു. ഈ ബാഡ്ജ് അപ്പോൾ ഇതിൻ്റെ അവിടെ ഡിസ്പ്ലേയിൽ നമ്പർ വരുമ്പോൾ ഇനി അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ കിടക്കുന്നതൊക്കെ നമ്മുടെ കമ്പനി വണ്ടിയാണ് കേട്ടോ. ഇത് നമ്മുടെ വണ്ടി. ഇതാണ് കമ്പനി. ഡിസ്പ്ലേ ഉണ്ട്. ആ ഡിസ്പ്ലേൻ്റെ മേലെ എന്ത് കൊണ്ടാരം ആർക്കുണ്ട് ഒരു നേരെ ആ നീലേൻ്റെ മേലെ ഒരു ഡിസ്പ്ലേ ഉണ്ട്. അവിടെ നമ്പർ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇതാണ് നമ്പർ 03. ഇത് നമ്മുടെ സന്തോഷമായിട്ടാണ് കേട്ടോ. സന്തോഷമായിട്ടൻ്റെ വണ്ടി ഇപ്പോൾ സ്പെയിനിലേക്ക് ലോഡായിട്ടുണ്ട്. പറന്നു പോകാം. പുള്ളിൻ്റെ സ്ഥലം എവിടെയാണെന്ന് അറിയില്ല. സന്തോഷമായിട്ടുള്ള സ്ഥലം എവിടെയാ സന്തോഷമായിട്ടുള്ള സ്ഥലം? അടിമാലിക്കാരനാണ് കേട്ടോ. അടിമാലിക്കാരെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ഓർഡർ എടുക്കാൻ വേണ്ടി ഉള്ളിലേക്ക് കയറും കേട്ടോ. ഇത് കുറച്ച് അപ്പുറം എന്നിട്ട് ഒരു വലിയൊരു കയറ്റം കയറുന്നുണ്ട്. വലിയ കയറ്റമല്ല, അത്യാവശ്യം വലിയൊരു കയറ്റം കേട്ടോ. അതാണ് കയറേണ്ടത്. ആ മണ്ടയ്ക്കായി കയറണം നമുക്ക്.
ഇപ്പം ലോഡ് എടുക്കേണ്ട ഇവിടെയാണെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്, അടുത്ത ലോഡ്. പക്ഷേ ഇവിടെ അല്ല, വേറെ സ്ഥലത്താണ് ഇറക്കുന്നത്. അല്ല, എടുക്കണ്ട. ഇതാണ് കയറേണ്ട ഈ മല. ഇവിടെ വണ്ടി കിടപ്പുണ്ട്. ലോഡ് ഇറക്കി കഴിഞ്ഞാന്നോ അറിയില്ല. ഇതിൻ്റെ അകത്താണ് കയറേണ്ടത്. വലിയൊരു കയറ്റം കേട്ടോ. നമ്മളെ ട്രാക്ക് ഫ്രീ ആക്കിയിട്ടിട്ടുണ്ട്. റാമ്പിൽ വെക്കുന്ന കേട്ടോ. ഇത് സ്പേസ് കുറവാണ് ഇവിടെ. നമ്മൾ മുന്നോട്ടൊക്കെ കറക്റ്റായിട്ട് വെക്കാണ്ട്. കറക്റ്റായിട്ടില്ല ഇപ്പോൾ. സിമ്പിൾ സിമ്പിൾ. ഇത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി. ഇനി ബേക്ക് ഉറക്കണം. അങ്ങനത്തെ ചെറിയ ചെറിയ വള്ളിക്കെട്ടുണ്ട്. നമ്മൾ ലോഡ് ഇറക്കി കഴിഞ്ഞാട്ടോ നമ്മൾ പരിപാടി കഴിഞ്ഞു. നേരെ ഇനിയിപ്പം വിടുക. അടുത്ത ലൊക്കേഷൻ കേട്ടോ, വേറെ ലൊക്കേഷനാണ്. ഇതല്ല, ലോഡ് എടുക്കാൻ വേണ്ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരാം. ഇഷ്ടപ്പെട്ട കൂടെ കുടിക്കും. അപ്പോൾ ശരി.